മോർണിംഗ് എവരിബഡി. ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ പഠിക്കാം, മൾട്ടിപ്ലിക്കേഷൻ. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാവുന്നതാണല്ലോ. അപ്പം നമുക്ക് വൺ ഡിജിറ്റ് ടു വൺ ഡിജിറ്റ് വെച്ചിട്ട് എങ്ങനെ അബാക്കസിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളിന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ് പഠിക്കുന്നത്, അതായത് 1 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ്. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമല്ലോ. നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് 1 ഡിജിറ്റ് ടു 1 ഡിജിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ അബാക്കസിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ 1 ഡിജിറ്റ് ടു 1 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അബാക്കസിൽ നിന്ന് സെൻറ്റർ പോയിൻറ്റിനാണ് തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അബാക്കസ് സെറ്റ് 0 ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 7 × 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 49 ആണെന്ന്. അപ്പോൾ ഈ 49 എങ്ങനെ നമ്മൾ അബാക്കസിൽ ചെയ്യുന്നു? 49 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡിജിറ്റാണ് വരുന്നത്. 7 × 7 എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ഓരോ ഡിജിറ്റായിട്ട് 2 ഡിജിറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ 7 × 7 എന്ന് പറയുമ്പം അത് 2 ഡിജിറ്റാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് 2 ഡിജിറ്റ് 1 2 ഇവിടെയാണ് വരിക 1 2. അപ്പോൾ നമുക്ക് 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ നമ്മൾ ടെൻസിൽ 4 ആഡ് ചെയ്തെടുത്തു, വൺസിൽ 9 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആൻസർ ഇങ്ങനെ വരും, 49 എന്ന് പറഞ്ഞാൽ വരും. ഇതാണ് നമുക്ക് അബാക്കസിൽ ഇങ്ങനെയാണ് ചെയ്യുക. 49 ആൻസർ കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് സെറ്റ് 0 ചെയ്യാം. അടുത്ത് വരുന്നത് 4 × 8 എന്നാണ്. 4 × 8 എത്ര മൾട്ടിപ്ലിക്കേഷൻ വരിക? നമ്മൾ 8ൻ്റെ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 4 × 8 32 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ 32 എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമ്മൾ സെൻട്രൽ പോയിൻ്റ് തന്നെ തുടങ്ങിയിട്ട് 2 ഡിജിറ്റാണ് വരിക, 1 2 1 2. ഓക്കെ, സെൻട്രൽ പോയിൻ്റ് ഇതാണ്, ഇവിടുന്ന് 1 2 ഡിജിറ്റ്. അപ്പോൾ 4 × 8 എന്ന് പറയുന്നത് 32 ആണ്. ടെൻസിൽ നിന്ന് 3 എടുത്തു, വൺസിൽ നിന്ന് 2 എടുത്തു, 32. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 32 ആണ് കിട്ടുന്നത്. അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. സെറ്റ് 0 ചെയ്തു. ദെൻ നമുക്ക് അടുത്ത പ്രോബ്ലം വരുന്നത് 8 × 6 ആണ്. 8 × 6 എന്ന് പറയുമ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 8 × 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 48 എങ്ങനെ ചെയ്യാൻ നോക്കാം. ടെൻസിൽ നിന്ന് 4 എടുത്തു, ദെൻ വൺസിൽ നിന്ന് 8 എടുത്തു, 48. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അബാക്കസിൽ ചെയ്യാം, 1 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റ് വെച്ചിട്ട്. അതിന് നമുക്ക് മസ്റ്റായിട്ടും ടേബിൾ അറിഞ്ഞിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾ മിസ് ചെയ്യരുത്, അത് നന്നായിട്ട് പഠിച്ച് വരിക. എന്നിട്ട് നമ്മൾ ഈ 1 × 1 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം ആ ടേബിളാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 1 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ.